വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീവണ്ടിയുടെ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്ത യുവതികളുടെ കാൽ പ്ലാറ്റ്ഫോമിൽ ഉരഞ്ഞ് സാരമായ പരിക്ക്. പരിക്കേറ്റത് മാട്ടൂൽ നോർത്ത് വേങ്ങര സ്വദേശികൾക്ക്. കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവം. കണ്ണൂരിൽ RTO ഓഫീസിലേക്ക് ഇരിച്ചു കയറി KSU പ്രതിഷേധം. സഹകരണ മേഖല ഇന്ന് പരീക്ഷണ ഘട്ടത്തിലാണെന്ന് KP മോഹനൻ MLA. ജനവിശ്വാസം വീണ്ടെടുക്കാൻ ജീവനക്കാരും ഭരണസമിതിയും യോജിച്ച് ശ്രമിക്കണമെന്നും MLA. പിണറായി പഞ്ചായത്ത് ഇനി അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത്. പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി പ്രഖ്യാപനം നടത്തി. വാർത്തകൾ വിശദമായി. തീവണ്ടിയുടെ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്ത 2 യുവതികളുടെ കാലുകൾ പ്ലാറ്റ്ഫോമിൽ ഉരഞ്ഞ് സാരമായി പരിക്കേറ്റു. മാട്ടൂൽ നോർത്ത് വെങ്ങര സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇരുവരും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ്. മംഗളൂരു ചെന്നൈ മെയിലായിരുന്നു സംഭവം. പഴയങ്ങാടിയിൽ നിന്ന് കയറിയ യുവതികൾ വണ്ടിയുടെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നുവെന്ന് RPF പറഞ്ഞു. വണ്ടി കണ്ണപുരം സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഉരഞ്ഞാണ് മുറിവേറ്റത്. ഉടൻ കോച്ചിലുണ്ടായിരുന്ന യാത്രക്കാർ അപായച്ചങ്ങല വലിച്ച് വണ്ടി നിർത്തി. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം പുറപ്പെട്ട വണ്ടി കണ്ണൂരിലെത്തിയ ഉടൻ RPFും പോലീസും ചേർന്ന് പരിക്കേറ്റവരെ ആംബുലൻസിൽ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. പരിക്കേറ്റ ഒരാളുടെ ഇരുകാലുകൾക്കും ശസ്ത്രക്രിയ വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് KSUവിന്റെ നേതൃത്വത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കണ്ണൂർ കുറുമാത്തൂരിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരണപ്പെടുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിലേക്ക് KSU പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിദ്യാർത്ഥികളെ കൊലക്ക് കൊടുക്കും അധികാരികളെ പ്രതിഷേധം. സംരക്ഷികൾ സാറേ, കുട്ടി മരിച്ചടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഈ ധാർമ്മികത ഇല്ലാത്തത്? എന്തിനീ ഈ പറഞ്ഞ ആളുകളെ സംരക്ഷിക്കുന്നത്? പിണറായി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും 32 ലൈഫ് ഭവനങ്ങളുടെ താക്കോൽ കൈമാറലും നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. പിണറായി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും 32 ലൈഫ് ഭവനങ്ങളുടെ താക്കോൽ കൈമാറലും നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. 32 കുടുംബങ്ങൾക്കുള്ള താക്കോലും ചടങ്ങിൽ വെച്ച് അദ്ദേഹം കൈമാറി. രാജ്യത്തിന് തന്നെ മാതൃകയാണ് അതിദാരിദ്ര്യമുക്ത പദ്ധതിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി OR കേളു പറഞ്ഞു. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നില്ല. ഉറങ്ങുന്നതിന് മുൻപേ അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാറുണ്ടായിരുന്ന നമ്മുടെ പഴയ സംസ്കാരമാണ് പുതിയ രീതിയിൽ നടപ്പിലാക്കുന്നത്. താഴെത്തരത്തിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളോട് സംസ്ഥാന സർക്കാരിനുള്ള കരുതൽ കൂടിയാണ് ഈ പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? പറ അല്ലേ? അതിദാരിദ്ര്യത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും കഞ്ഞി കുടിക്കുന്നുണ്ടോ? ചിന്തിക്കുന്ന സംസ്ഥാനം വേറെ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഈ കേരളത്തിലല്ലാതെ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കാര്യം പറഞ്ഞു കേൾക്കാം. ഞാൻ കേട്ടിട്ടില്ലേ? അത്താഴ പട്ടിണിക്കാരുണ്ടോ? അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? അത്താഴ പട്ടിണിക്കാരുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞ പോലെ നീ ഉണ്ടല്ലെങ്കിലും നിന്റെ അയൽക്കാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കണ്ടേ? അതാണ് പണ്ട് അങ്ങനെയുള്ളൂ. താഴെപ്പട്ടിണിക്കാരുണ്ടോ എന്ന് എവിടെയെങ്കിലും പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പം കാലം മാറി, കഥ മാറി, നമ്മളെല്ലാവരും ടിക്ടോക്കിലായി, അല്ലേ? തിരക്ക് പിടിച്ച ജീവിതമായി. എന്താ താഴെപ്പട്ടിണിക്കാര്? ആരെയും അതിനെക്കുറിച്ച് കാലം മാറിയത് കൊണ്ട് നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് ആയിപ്പോയി. കുഞ്ഞു കുട്ടികളെ വരെ തിരക്കലല്ലേ ഇപ്പൊ, അല്ലേ? കുഞ്ഞു കുട്ടികളെ വരെ തിരക്കലാണ്, എല്ലാവർക്കും തിരക്കാണ്. അതിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റൂല.
കാലം അങ്ങനെയാണ്. ഇപ്പൊ മൊബൈൽ വന്നോട് കൂടിയിട്ട് അതിലും തിരക്കായി, നമുക്ക് ഭയങ്കര തിരക്കായി അല്ലേ, ഭയങ്കര തിരക്കാണ്. മൊബൈൽ നോക്കിയില്ലെങ്കിൽ നമുക്കൊന്നും ഓർക്കാൻ പറ്റില്ല. ഒരു സംസ്കാരമായിട്ട് മാറി. ഇപ്പൊ നമ്മൾ തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ ഈ തിരക്ക് പിടിച്ച ജീവിതമായതുകൊണ്ട് പഴയ പോലെ അത്താഴപ്പട്ടിണിക്കാരുടെ കാര്യം നമുക്ക് ചിന്തിക്കാൻ നേരില്ല. പക്ഷെ ചിന്തിക്കണ്ടേ? അതാണ് കേരളത്തിലെ ഇന്നത്തെ സർക്കാർ ചിന്തിക്കുന്നത്. കഞ്ഞി കുടിക്കാത്തവനോടെങ്കിൽ എവിടെയും കണ്ടോ? അസുഖം ബാധിച്ച് മരുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുന്നവനെ എവിടെയും കണ്ടോ? ഒരു കോറി ഇല്ലാത്തവൻ എവിടെയെങ്കിലും ഉണ്ടോ? കുടിവെള്ളം കിട്ടാത്തവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് വളരെ ഗൗരവപൂർവം ചിന്തിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അതിദാരിദ്ര്യ പദ്ധതി എന്ന് പറയുന്നത്. പിണറായി കൺവെൻഷൻ സെന്ററിൽ ചേർന്ന ചടങ്ങിൽ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി രാജീവൻ, വിഇഒ CV സിനൂബ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി നിസാർ അഹമ്മദ്, മുരിക്കോളി പവിത്രൻ, CM സജിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P പ്രമീള, സ്ഥിരസമിതി അധ്യക്ഷരായ PV വേണുഗോപാൽ, K ഹംസ, പ്രൊജക്ട് ഡയറക്ടർ T രാജേഷ് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ CN ഗംഗാധരൻ, CK ഗോപാലകൃഷ്ണൻ, VK ഗിരിജൻ, തലശ്ശേരി സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് T സുധീർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PV രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കണ്ണൂർ. സഹകരണ മേഖല ഇന്ന് പരീക്ഷണ ഘട്ടത്തിലാണെന്നും ജനവിശ്വാസം വീണ്ടെടുക്കാൻ ഭരണസമിതിയും ഉൾപ്പെടെ യോജിച്ച ശ്രമമാണ് നടത്തേണ്ടതെന്നും KP മോഹനൻ MLA. PR കുറുപ്പിന്റെ 24ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി പുത്തൂർ PR മന്ദിരത്തിൽ സംഘടിപ്പിച്ച സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വലിയ പരീക്ഷണങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഇന്ന് സഹകരണ മേഖലയ്ക്ക് ഇത് പരീക്ഷണ കാലമാണ്. പരീക്ഷണ കാലത്താണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല ജാഗ്രത ഭരണസമിതിക്കും ജീവനക്കാർക്കും ഉണ്ടാവേണ്ടത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. നമ്മൾ ജനവിശ്വാസം വീണ്ടെടുക്കണം. ജനവിശ്വാസമാണ് സഹകരണ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുതൽക്കൂട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മുതൽക്കൂട്ട് എന്ന് പറയുന്നത് ജനവിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലക്ടർമാരെ കുറിച്ച് ഉദ്ദേശിച്ചത്. അവർ ഓരോ ദിവസവും പോയിട്ട് അവരുടെ സ്വന്തം വിശ്വാസത്തിലും സ്ഥാപനത്തോടുള്ള വിശ്വാസത്തിലുമാണ് ഓരോരുത്തരും അതിൽ കലക്ഷനൊക്കെ കൊടുക്കുന്നത്. അത് പരമാവധി സ്ഥാപനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ നട്ടിലായി പ്രവർത്തിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. നിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വവും സേവന രംഗത്തെ ആധുനികവൽക്കരണവും സഹകരണ മേഖലയുടെ അനിവാര്യതയാണെന്നും KP മോഹനൻ MLA പറഞ്ഞു. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ ജില്ലാ പ്രസിഡന്റ് സജീന്ദ്രൻ പാലത്തായി അധ്യക്ഷനായി. സഹകരണ മേഖല ഉത്തരവാദിത്വവും കടമകളും എന്ന വിഷയത്തെക്കുറിച്ച് വില്യാപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി PK പവിത്രൻ ക്ലാസ് എടുത്തു. PK പ്രവീൺ, കരുവാങ്ങണ്ടി ബാലൻ, N ധനഞ്ജയൻ, TP അനന്തൻ, രാജു എക്കാൽ, CKB തിലകൻ, P ഷൈറീന, P ദിനേശൻ എന്നിവർ സംസാരിച്ചു. K ശ്രീഷ്മ സ്വാഗതവും KP റിനിൽ നന്ദിയും പറഞ്ഞു. കല്ലിക്കണ്ടി NAM കോളേജിനെ ഹരിത ക്യാമ്പസായി പ്രഖ്യാപിച്ചു. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരനാണ് പ്രഖ്യാപനം നടത്തിയത്. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി ഹരിതകർമ്മ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരനാണ് പ്രഖ്യാപനം നടത്തിയത്. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി ഹരിതകർമ്മ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഇതിന്റെ ഭാഗമായി ക്യാമ്പസിൽ നിരന്തര ശുചീകരണ പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക് ഉപയോഗം നിരോധിക്കൽ, ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കൽ, കൃത്യമായ മാലിന്യ സംസ്കരണം പദ്ധതികൾ, പരിപാടികളിൽ ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കൽ, സോളാർ എനർജി ഉപയോഗം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സംഘം പരിശോധിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കീൽ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഡോക്ടർ മജീഷ് T പദ്ധതികൾ വിശദീകരിച്ചു. MEF പ്രസിഡന്റ് അടിയോട്ടിൽ അഹമ്മദ്, ജനറൽ സെക്രട്ടറി PPA ഹമീദ്, സെക്രട്ടറി സമീർ പറമ്പത്ത്, മെമ്പർ KP സമീന, പഞ്ചായത്ത് സെക്രട്ടറി TV പ്രസാദ്, കൃഷി ഓഫീസർ വിനയകുമാർ KP, പഞ്ചായത്ത് ഹരിത കോർഡിനേറ്റർ ബാലൻ വയലേരി, ഡോക്ടർ ഹസീബ് VV, ഡോക്ടർ VK മിനിമോൾ, ഡോക്ടർ AP ഷമീർ, ഡോക്ടർ KM മുഹമ്മദ് ഇസ്മയിൽ, ഡോക്ടർ PV സുനിത തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ആവശ്യമാണ്. ഈ വരുന്ന റോഡ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്
വിദ്യാർത്ഥികൾ ഇപ്പോൾ പോകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി ഇവിടെ നടക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായി ലോറിയും JCB ഒക്കെ വരുമ്പോൾ കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ബൈക്കിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഒരു അപ്രോച്ച് റോഡിന്റെ പദ്ധതി ഞങ്ങൾ നേരത്തെ NSSY ഒരു റോഡ് നിർമ്മാണം നടത്തിയിട്ടുണ്ട്. അതൊന്നുകിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി, അതല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഫണ്ടിൽ ഉൾപ്പെടുത്തി അത് ടാർ ചെയ്യാനും ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാനുള്ള ഒരു പ്രഖ്യാപനമെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ കണക്കെടുത്തിട്ട് ഇതിൽ എത്ര ഹരിതകലാലയമായി എന്ന് ചോദിച്ചാൽ വലിയ കുറവാണ്. ഇത് കൂടാതെ കാരണം ഇതിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ തടസ്സം പറയുന്നു. സ്ഥലതാവില്ല, ആളില്ല, കുട്ടികൾ അങ്ങനെയാണ്, മറ്റവരങ്ങനെയാണ്. ഞാനിവിടെ വന്ന് തിരിച്ചു വീണ്ടും ക്യാമ്പസിൻ്റെ വീട് ഭാഗങ്ങൾ കൊണ്ടുപോയി കാണിച്ചു വരുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഇവിടുത്തെ കുട്ടികൾക്ക് എന്താണ് വ്യത്യാസങ്ങൾ, ഇവിടുത്തെ അധ്യാപകർക്ക് എന്താണ് വ്യത്യാസങ്ങളെന്ന് ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉത്തരം കിട്ടിയില്ല, ഉത്തരം കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് എന്താണ് വ്യത്യാസമെന്ന് പല സ്ഥലത്തും നമ്മൾ വളരെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയായിട്ട് സംസാരിക്കാറുണ്ട്, കോളേജുകൾ പോകാറുണ്ട്, ഉദ്യോഗങ്ങൾ അപ്ലൈക്കുന്നുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരു ക്യാമ്പസിലാദ്യം ഇത്രയും പച്ചപ്പ് വരുന്നുണ്ടാവും. രണ്ടാമതാണ് വൃത്തി എന്ന് പറയുന്നത്. മാഹി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 41ാമത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസർമാരുടെ ബ്രോഷർ പ്രകാശനം നടന്നു. തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹിയും തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചറും ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു. ബ്രോഷർ പ്രകാശനം തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹിയും നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചറും ചേർന്ന് നിർവഹിച്ചു. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു സ്ഥലമാണ്, ഒരു സ്പോർട്സിൻ്റെ ചരിത്രമായിട്ടുള്ള സ്ഥലമാണ്. ക്രിക്കറ്റും ഫുട്ബോളാണ് കൂടുതലായിട്ട് പോപ്പുലാരിറ്റിയിൽ, പിന്നെ കൂടുതലായിട്ട് എന്തൂസിയാസത്തിലാണ് ആളുകൾ കളിക്കുന്നു. ഈ ഹെറിറ്റേജിൻ്റെ സെലിബ്രേഷനാണ് നമ്മുടെ ഈ 41ാമത് ഫുട്ബോൾ ടൂർണമെൻ്റാണ് മാഹി സ്പോർട്സ് ക്ലബ് ചെയ്യുന്നുണ്ട്. ഇതൊരു നമ്മുടെ സ്പോർട്സ്മാൻഷിപ്പും നമ്മുടെ ഹെറിറ്റേജിൻ്റെ, നമ്മുടെ ഹിസ്റ്ററിൻ്റെ സെലിബ്രേഷനാണ്. കുറേ വർഷങ്ങളായി ഇത് ടൂർണമെൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് ഈ പ്രാവശ്യവും അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈവൻറ്റ് നടക്കും. സോ ഐ വിഷ് ദം ഓൾ ദി ബെസ്റ്റ്. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ സംഘാടക സമിതി മെമ്പർമാരും പിന്നെ സ്പോൺസർമാർ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവും പരിചയമുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് മാഹി സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കലാ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ നല്ലതായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ക്ലബിന്റെ ഇത്തരത്തിലുള്ള ഫുട്ബോൾ ഫെസ്റ്റ് ഓൾ ഇന്ത്യ സെവൻസ് ഫ്ലഡ് ലൈറ്റിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഫെബ്രുവരി 8 ആരംഭിച്ച് 23 അവസാനിക്കുന്ന ടൂർണമെന്റിൽ 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. വിജയികൾക്ക് ഡൗൺ ടൗൺ മാൾ ട്രോഫിയും സൈലം ഷീൽഡും, റണ്ണേഴ്സിന് ലെക്സ് ഐവി സലൂൺ ട്രോഫിയും മെൻസ് ക്ലബ് സലൂൺ ഷീൽഡും ലഭിക്കും. പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ അനിൽ വിലങ്ങിൽ, KC നിഖിലേഷ്, ജയരാജൻ അടിയേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 8 മുതൽ 23 വരെ മാഹി പ്ലാസ് ദി ആംസിലാണ് ടൂർണമെന്റ് നടക്കുക. ഒരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ. In a committed relationship with my daily wear collections. Lulu Gold, Talasheri, Kannur, Kozhikode. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെ. ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്.
ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും, കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങളും, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി പ്രസ് ഫോറത്തിന്റെയും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. IMA തലശ്ശേരി മേഖലാ മുൻ പ്രസിഡന്റ് ഡോക്ടർ ജയകൃഷ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. പുതുവത്സരാഘോഷത്തിന്റെ ഉദ്ഘാടനം IMA തലശ്ശേരി മേഖല മുൻ പ്രസിഡന്റ് ഡോക്ടർ ജയകൃഷ്ണൻ നമ്പ്യാർ നിർവഹിച്ചു. അതല്ല സാധാരണ പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്യാമ്പ്സ് എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എല്ലാവരോടും എൻ്റെ ഡോക്ടേഴ്സിനോട് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ഷോ ഓഫ്. ഐ ഷുഡൻറ്റ് സേ ഇറ്റ്, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ്സ് ഒരു ഷോ ഓഫ് പോലെ പല എന്താ പറയണ്ട പല ക്ലബ്സും അതും ഇതുമെല്ലാം നടത്തുന്നത്. എന്നിട്ട് എന്തും പേഷ്യൻസിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഓഫ് കോഴ്സ് ലൈക്ക് നമുക്ക് ഇപ്പം ഒരുപാട് ഫ്രീ മെഡിസിൻസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതും ഇറ്റ് ഷുഡ് ബി ഫോർ എ ലോങ് ടൈം. അല്ലാണ്ട് ഞാൻ ഒരു 4 ദിവസമെങ്കിലും ഒരു ടാബ്ലറ്റ്സ് കൊടുത്തിട്ടോ ഒരു ക്യാമ്പ് നടത്തിയിട്ടൊന്നും കാര്യമില്ല. സോ ഞാൻ അപ്പോൾ അന്ന് വിചാരിക്കുക, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡ്രഗ്ഫുൾ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഡ്രഗ്സിൻ്റെയാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ടിട്ടാണ് ഇപ്പോൾ ഡ്രഗ്സിൻ്റെ യൂസേജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഒന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നില്ല, ഒരൊറ്റ ഇതായിരുന്നു. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി. പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ ആമുഖ ഭാഷണം നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് മുൻ ഗവർണർ TK രജീഷ്, അസ്ലം ആര്യ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് പാതിരിയാട് സ്വാഗതവും പ്രസ് ഫോറം ട്രഷറർ N സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന വിന്റർ ഹ്യൂസ് ചിത്രപ്രദർശനം സമാപിച്ചു. പ്രഗത്ഭരായ 5 കലാകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. സമകാലീന ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന ഏടുകൾ കോർത്തിണക്കിയാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ വിന്റർ ഹ്യൂസ് ചിത്രപ്രദർശനം നടന്നത്. പ്രകൃതിയുടെ ഋതുഭേദങ്ങൾ വാട്ടർ കളറിൽ പകർത്തി ഷൈജു അഴീക്കോടും കഥകളും കവിതകളും പ്രമേയമാക്കി പവി കൊയോടും വ്യത്യസ്തമായ ജീവിതാവസ്ഥകൾ വാട്ടർ കളറിൽ ഒപ്പിയെടുത്ത് രോഷിത് കോടിയേരിയും സ്ത്രീ മനസ്സിന്റെ ഉൾത്തുടിപ്പുകൾ ഭാവാത്മകമായി അക്രിലിക്കിൽ പകർത്തി MP രവീനയും ചിത്രസഞ്ചാരം ചെയ്തു വരച്ച ചിത്രങ്ങളുമായി ഷൈജു K മാലൂരും ഉൾപ്പെടെയുള്ള കലാകാരന്മാരുടെ ഓരോ ചിത്രങ്ങളും ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു. ഇവരുടെ 56 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. ആസ്വാദകരുടെ നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് ചിത്രകാരന്മാർ പറഞ്ഞു. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മയായ വിന്റർ ഹ്യൂസ് എന്ന ഈ എക്സിബിഷൻ 28-ാം തീയതി തുടങ്ങി 3-ാം തീയതി അവസാനിക്കുന്നതാണ്. ഞങ്ങൾ 5 പേരാണ് ഈ എക്സിബിഷനുള്ളത്. വാട്ടർ കളറിൽ ചിത്രങ്ങൾ തീർക്കുന്ന ഷൈജു അഴീക്കോട്, പിന്നെ അതുപോലെ കഥകളും കവിതകളൊക്കെ ക്യാൻവാസിലാക്കിയിട്ടുള്ള പവി കൊയോട് സാർ, പിന്നെ വാട്ടർ കളറിൽ പല സബ്ജക്റ്റും എടുത്ത് ചെയ്ത റോഷിത് കോടിയേരി, ചിത്രസഞ്ചാരിയായ ഷൈജു K മാലൂർ, അവൻ്റെ സഞ്ചാരത്തിലൂടെ ചിത്രസഞ്ചാരിയായിരിക്കുന്ന സമയത്ത് ചെയ്ത വർക്കുകളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ വർക്കുകൾ സ്ത്രീകളുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ക്രിയേറ്റീവായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വരക്കുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ വാട്ടർ കളറാണ്. നമ്മൾ 5 പേര് ചേർന്ന് 5 വ്യത്യസ്ത മീഡിയങ്ങളിൽ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് എക്സിബിഷനാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം 3 ദിവസം കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചിത്രങ്ങളാണ് ഇതൊക്കെ. കൂടുതലും യാത്രകളിൽ കാണുന്ന ദൃശ്യങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഓരോ യാത്രയും ചെയ്യുന്നത്. അതുപോലെ വ്യത്യസ്ത മീഡിയങ്ങളിലുള്ള നിരവധി ചിത്രങ്ങളുണ്ട്. ഡിസംബർ 28-നാണ് പ്രദർശനം ആരംഭിച്ചത്. നിർദ്ദിഷ്ട കുറ്റ്യാടി, പെരിങ്ങത്തൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ റോഡ് എയർപോർട്ട് റോഡായി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പരാതികൾ
മുഖവിലക്കെടുക്കാത്ത സർക്കാർ നടപടിക്കെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കീഴ്മാടം RJ ഓഡിറ്റോറിയത്തിലാണ് യോഗം നടന്നത്. അശാസ്ത്രീയവും നിരവധി പ്രകൃതി ആഘാത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ആവാസ വ്യവസ്ഥയെ പാടെ തകർക്കുന്നതും നിരവധി മനുഷ്യരുടെ ഉപജീവനം ഇല്ലാതാക്കുകയും ഭവനരഹിതരാക്കുകയും ചെയ്യുന്ന അലൈൻമെന്റിനു വേണ്ടി സ്ഥലം ഉടമകളുടെ അനുവാദമില്ലാതെ അടയാളപ്പെടുത്തുകയും സാമൂഹികാഘാത പഠനം നടത്താതെയും ഇരകളുടെയും ബാധിതരുടെയും പരാതികൾ മുഖവിലക്കെടുക്കാതെയുമുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യോഗം ചേർന്നത്. കീമാടം RJ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് ഷുഹൈബ് ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷനായി. യോഗത്തിൽ മഹമ്മൂദ് മാസ്റ്റർ, NA മുനീർ പെരുങ്ങത്തൂർ, കെട്ടിട ഉടമ ജയശീലൻ കീമാടം, ജയരാജൻ മാസ്റ്റർ, അഷ്റഫ് പൂക്കോം, മഹമ്മൂദ് PK മേക്കുന്ന് എന്നിവർ സംസാരിച്ചു. PV മുഹമ്മദ് സ്വാഗതവും സാബിർ കൂലോത്ത് നന്ദിയും പറഞ്ഞു. ഇപ്പോൾ ബൈപ്പാസിന്റെ കൂടി നമ്മൾ വളവാണ് റോഡിലെത്തുകയും അവിടെ എയർപോർട്ടിലേക്ക് പോകാനോ നല്ല സൗകര്യമുണ്ട്. അപ്പൊ ആ ഒരു സൗകര്യമുള്ളപ്പോ നമ്മളെപ്പോലെയുള്ള പാവങ്ങളെ കുടിയിറങ്ങിക്കൊണ്ട് ഇങ്ങനെ റോഡ് വേണോ. കണ്ണൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെയും എടവന ഫിറ്റ്നസ് ക്ലബ് ആൻഡ് TK ഫിറ്റ് തലശ്ശേരിയുടെയും നേതൃത്വത്തിൽ മിസ്റ്റർ ആൻഡ് മിസ് കണ്ണൂർ ശരീര സൗന്ദര്യ മത്സരം ജനുവരി 4-ന് സംഘടിപ്പിക്കുന്നു. തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി നടക്കുന്ന ഒരു ജില്ലാ മത്സരമാണിത്. ഈ മത്സരം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിൽ, അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി സാധ്യതയുള്ള ഒരു മത്സരമാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇതിൽ കാറ്റഗറി ആയിട്ട് നമ്മൾ മത്സരം ഉണ്ടാവുന്നത് ഒന്ന് മെൻസ് ബോഡി ബിൽഡിംഗ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ മെൻ ഫിസിക്, വുമൻസ് ഫിസിക്, വുമൻ സീനിയർ സ്പോർട്സ് ഫിസിക്, അതുപോലെ തന്നെ മെൻ സ്പോർട്സ് ഫിസിക്, മെൻ സ്പോർട്സ് ഫിസിക് അത്ലറ്റ്, അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് മത്സരം നടത്തുന്നത്. അതുപോലെ തന്നെ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും മത്സരങ്ങൾ ഉണ്ടാവുന്നതാണ്. ജില്ലയിലെ 100ഓളം ജിമ്മുകളിൽ നിന്ന് 450ഓളം പുരുഷ വനിതാ ബോഡി ബിൽഡിംഗ് കായിക താരങ്ങൾ പങ്കെടുക്കും. സംസ്ഥാന ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ നടക്കുന്ന മത്സരം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന മത്സരത്തിന്റെ ഭാരനിർണയം രാവിലെ 8 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് T നൌഷൽ, ജനറൽ സെക്രട്ടറി KP നജീർ, ട്രഷറർ V വിനീഷ്, വിമൻസ് ചെയർമാൻ P അനഘ, A ജയരാജൻ, TK റിയാസ്, P ശ്രീജേഷ്, V രജിത്, M സായന്ധന എന്നിവർ പങ്കെടുത്തു. പുന്നോൽ കുന്നോത്ത് മടപ്പുര ക്ഷേത്രം തിറ മഹോത്സവം സമാപിച്ചു. മുത്തപ്പൻ, പോതി, തെയ്യങ്ങൾ കെട്ടിയാടി.
ഒരിടവേള കൂടി. Bobby Chamanur International Jeweler. PK In-Store, Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോസാൻഡ്. ഈ ജിയോസാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോസാൻഡ്. വാർത്തകൾ തുടരുന്നു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി താലൂക്ക് കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി NV അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. DA അനുവദിക്കുക, പെൻഷൻ പരിധി വർദ്ധിപ്പിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം വിജയിപ്പിക്കാൻ കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി താലൂക്ക് കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി NV അജയകുമാർ നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി എന്ത് ചെയ്തു? ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിരന്തരമായ നിവേദനങ്ങളും ആവശ്യങ്ങളുമായി പെൻഷൻ ബോർഡിനെയും അതുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയെയും കണ്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും നമുക്ക് മുഖം തരാൻ ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ തയ്യാറായിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇവിടെ രാഷ്ട്രീയം പറയുകയല്ല, നമുക്ക് രാഷ്ട്രീയമില്ല ഈ കാര്യത്തിൽ. നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യവും അവകാശവും നമുക്ക് നിലനിർത്തണം. അതിനാവശ്യമായ രീതിയിൽ രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ അവകാശങ്ങൾ അധികാരി വർഗത്തിൽ നിന്നും നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തിയേ പറ്റൂ. CK പുരുഷോത്തമൻ അധ്യക്ഷനായി. അംഗത്വ വിതരണോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ നിർവഹിച്ചു. KV മോഹനൻ, KP പ്രഭാകരൻ, A വത്സൻ, K ലീല, ഫിലിപ്പ് ജോസഫ്, VC നാരായണൻ എന്നിവർ സംസാരിച്ചു. ജൂബിലി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫാൽക്കൺ 7 കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ജൂബിലി ഗ്രൂപ്പ് ചെയർമാൻ KV ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. ജൂബിലി ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസും ഫാൽക്കൺ 7 ടവറിലാണ് പ്രവർത്തിക്കുന്നത്.
ജൂബിലി ഗ്രൂപ്പ് ചെയർമാൻ KV ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ജൂബിലി ഗ്രൂപ്പ് ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൽ സലാം, റീജിയണൽ മാനേജർ ഖാലിദ്, ഗ്രൂപ്പ് മാനേജർ നാസർ, എഞ്ചിനീയർ യാഷിർ, സൂപ്പർവൈസർ ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. ജൂബിലി ഗ്രൂപ്പ് സെയിൽസ് എക്സിക്യൂട്ടീവ് സിദ്ദീഖ് ലത്തീഫി അധ്യക്ഷനായി. അബൂബക്കർ യമാനി പ്രാർത്ഥന നടത്തി. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മുഹമ്മദ് സാഹൽ സ്വാഗതവും ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഇഹാബ് അബ്ദുള്ള ഫൈസൽ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ എഞ്ചിനീയർ യാഷിറിന് ഖാലിദും സൂപ്പർവൈസർ ഹാരിസിന് നാസറും മൊമന്റോ കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീവണ്ടിയുടെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്ത യുവതികളുടെ കാൽ പ്ലാറ്റ്ഫോമിൽ ഉരഞ്ഞ് സാരമായ പരിക്ക്. പരിക്കേറ്റത് മാട്ടൂൽ നോർത്ത് വേങ്ങര സ്വദേശികൾക്ക്. കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവം. കണ്ണൂരിൽ RTO ഓഫീസിലേക്ക് ഇരിച്ചു കയറി KSU പ്രതിഷേധം. സഹകരണ മേഖല ഇന്ന് പരീക്ഷണ ഘട്ടത്തിലാണെന്ന് KP മോഹനൻ MLA. ജനവിശ്വാസം വീണ്ടെടുക്കാൻ ജീവനക്കാരും ഭരണസമിതിയും യോജിച്ച് ശ്രമിക്കണമെന്നും MLA. പിണറായി പഞ്ചായത്ത് ഇനി അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത്. പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി പ്രഖ്യാപനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.